രാധേ രാധേ. രാധാറാണി ഭക്തവത്സലയാണ്. ഭക്തർക്ക് വേണ്ടി എന്തും രാധാദേവി ചെയ്യും. എത്ര കഷ്ടപ്പാടും എത്ര ബുദ്ധിമുട്ടും സഹിച്ച് ഭക്തരുടെ സഹായത്തിന് രാധാദേവി എത്തും. അത്രയ്ക്ക് മഹത്വമുള്ള ദൈവമാണ് രാധാദേവി. പ്രണയലോലുപയാണ്. എന്തെങ്കിലും ചെറിയൊരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഭക്തനുണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സങ്കടം വന്നിട്ട് കൃഷ്ണനെ പോലും കളഞ്ഞിട്ട് ഭക്തരുടെ അടുത്തേക്ക് ഓടിയെത്തും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വൃന്ദാവനത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ ദൃഷ്ടാന്തങ്ങളായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലഘട്ടമാണ്. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഭക്തി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണ് ഈ ചൈതന്യ മഹാപ്രഭു. ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാണ് ഈ ചൈതന്യ മഹാപ്രഭു എന്ന് പറയാം. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ജീവ ഗോസ്വാമി. അപ്പോൾ ഈ ജീവ ഗോസ്വാമി വൃന്ദാവനത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ജീവ ഗോസ്വാമി മഹാനായ രാധാഭക്തനായിരുന്നു. അതായത് രാധാറാണിയെ മാത്രം ചിന്തിച്ച് ആ പ്രാർത്ഥനകളിൽ മുഴുകി മന്ത്രങ്ങൾ ഉരുവിട്ട് എപ്പോഴും രാധാറാണിയെ മാത്രം ചിന്തിച്ചാണ് അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് മഹാനായ വിനയമുള്ള ഒരു ഭക്തനായിരുന്നു, നിഷ്കളങ്ക ഭക്തനായിരുന്നു എന്ന് തന്നെ പറയാം ഈ ജീവ ഗോസ്വാമി. അദ്ദേഹത്തിന് യാതൊന്നിനോടും താല്പര്യമില്ല. രാധാഭക്തർക്ക് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പ്രപഞ്ചത്തെ ഒന്നിനോടും താല്പര്യം കാണത്തില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവ ഗോസ്വാമി എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് യാതൊന്നിനോടും താല്പര്യമില്ല. രാധാമന്ത്രങ്ങൾ ഉരുവിട്ട് രാധാറാണിയെ മാത്രം പ്രാർത്ഥിച്ചു കഴിയുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണത്തിനോടും താല്പര്യമില്ല. എന്തെങ്കിലും കഴിക്കണമെന്ന് പോലും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും വ്രജവാസികളോ വൃന്ദാവനവാസികളോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അദ്ദേഹം കഴിക്കും. അല്ലെങ്കിൽ വല്ല ഉണക്കറൊട്ടിയോ വെള്ളമോ വല്ലതും കിട്ടിയാലായി. കഴിച്ചാലും സന്തോഷം, കഴിച്ചില്ലെങ്കിലും സന്തോഷം. അങ്ങനെയുള്ള രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത്ര നിഷ്കളങ്ക ഭക്തിയോടുകൂടി രാധാറാണിയെ മാത്രം പ്രാർത്ഥിച്ച് അദ്ദേഹം കഴിയുന്ന ആ സമയം, അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരു വരുന്നു. ഗുരു വേറെ ആരുമല്ല, ഈ ജീവ ഗോസ്വാമിയുടെ ഗുരുവായിരുന്നു രൂപ ഗോസ്വാമി. ഈ രൂപ ഗോസ്വാമിയും നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനാണ്. അപ്പൊ രൂപ ഗോസ്വാമി പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദിവസം വൃന്ദാവനത്തിൽ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വരും. അപ്പൊ ജീവ ഗോസ്വാമിക്ക് വല്ലാത്ത സങ്കടമാവും. കാരണം താൻ ഒറ്റയ്ക്കാണെ എന്തെങ്കിലും കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി, അല്ലെങ്കിൽ ഉണക്കറൊട്ടിയോ എല്ലാം കഴിച്ചാലായി. പക്ഷെ ഗുരു എന്ന് വെച്ചാൽ ഏറ്റവും ഭഗവാനായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ ആ ഗുരു വരുമ്പോൾ ഗുരുവിന് എന്താ കൊടുക്കുക, തൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഉണക്കറൊട്ടി എടുത്ത് ഗുരുവിന് ഞാൻ എങ്ങനെയാ കൊടുക്കുന്നത്, അദ്ദേഹം വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാവും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രൂപഗോസ്വാമിക്ക് അത് മനസ്സിലായിട്ട് പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല, നമ്മൾ സന്യാസിമാരല്ലേ, നമ്മൾ ഗോസ്വാമിമാരാണ്, അപ്പൊ പിന്നെ നമുക്ക് ഒന്നിനോടും താല്പര്യമില്ല, എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല, നീ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്ന് പറയും. എന്നാലും നമ്മുടെ ജീവ ഗോസ്വാമിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വേദന, ഹൃദയം ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട്, ഗുരുവിനെ പ്രണമിക്കുന്നുണ്ട്, ഗുരുവിനോട് വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൃദയം തുടിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ ഗുരുവിനെ എനിക്ക് കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ, ഞാൻ ഇത്ര ഹതഭാഗ്യനായി പോയല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ട് രാധാ രാധാ രാധ ശ്രീരാധ 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 എന്നെ മനസ്സിൽ മുഴുവൻ രാധാദേവിയെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രം മാത്രം ഉരുവിട്ട് ആ നാമം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അത് മാത്രം ചിന്തിച്ച് കഴിയുകയാണ്. അങ്ങനെ വൈകിട്ടായി, രാത്രിയായി. രാത്രി ഇവർ ഉറങ്ങാൻ കിടന്നു. പാതിരാത്രിയായി എന്ന് പറയാം, അർദ്ധരാത്രിയായി. രാത്രി ഏകദേശം 12 മണിയായി. ചീടിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. വൃന്ദാവനം മുഴുവൻ ഉറക്കത്തിലായ സമയം. ആ സമയത്ത് നമ്മുടെ ഈ ജീവ ഗോസ്വാമിയുടെ കുടിൽ ഒരു തട്ട് കേൾക്കും. ആരോ വന്ന് ഇങ്ങനെ ഉറക്കം തട്ടുന്ന പോലെ. അപ്പം ജീവ ഗോസ്വാമി പെട്ടെന്ന് ഉണർന്നിട്ട് പോയി ആരാ ഈ പാതിരാത്രിയിൽ വീട്ടിൽ വന്ന് തട്ടുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് പതുക്കെ ചെന്ന് കതക് തുറക്കും. കതക് തുറക്കുമ്പോൾ ഒരു 7-8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, ഒരു ബാലിക. പക്ഷെ അവളെ കാണാൻ അതിസുന്ദരിയാണ്. വല്ലാത്തൊരു ആകർഷകത്വം ആ മുഖത്ത് കാണുന്നുണ്ട്. മുഖത്തെ തിളക്കം കാരണം വേറെ ഒന്നും നോക്കാൻ തോന്നുന്നില്ല, മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അപ്പോൾ ഈ ജീവ ഗോസ്വാമി ആ കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. കണ്ണുകളിൽ വല്ലാത്തൊരു ആകർഷകത്വം, അത് മാത്രമല്ല കാരുണ്യവും ഉണ്ട് ആ കണ്ണുകളിൽ. ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും വല്ലാത്ത സൗന്ദര്യവും പ്രത്യേകതയും എന്തോ തോന്നി. അപ്പോൾ ജീവ ഗോസ്വാമി, മോളെ നീ ആരാന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറയുന്നു, ഞാൻ ദേ തൊട്ടടുത്ത വീട്ടിലെയാണ്. അപ്പോൾ അമ്മ ഇന്ന് പായസം ഉണ്ടാക്കിയപ്പം അങ്ങേക്ക് കൊണ്ടുതരാനായിട്ട് പറഞ്ഞു. അങ്ങ് സന്യാസിയല്ലേ, ഗോസ്വാമിയല്ലേ, അപ്പോൾ അങ്ങ് അല്ലാതെ ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഈ പായസം അങ്ങേക്ക് കൊണ്ടുവന്ന് തരാൻ, അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് വളരെ നിഷ്കളങ്കതയോടുകൂടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മനോഹരമായ വർത്തമാനം പറയുന്നു. ഇങ്ങനെ മുത്തു പൊഴിയുന്ന പോലെയാണ് ആ കുട്ടിയുടെ വർത്തമാനം. അപ്പോൾ അതിങ്ങനെ കേട്ട്
ശ്രുതി മധുരമായി ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് ജീവഗോസ്വാമി. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു വെള്ളി പാത്രവും ഉണ്ടായിരുന്നു. ആ പാത്രത്തിലാണ് ഈ പായസം. അപ്പോൾ അതിങ്ങനെ ജീവഗോസ്വാമിക്ക് കൊടുക്കും. അപ്പോൾ ജീവഗോസ്വാമി സന്തോഷത്തോടു കൂടി ഇത് വാങ്ങിക്കും. എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ജീവഗോസ്വാമിയുടെ സന്തോഷം എന്താന്ന് വെച്ചാൽ, അയ്യോ എനിക്ക് എൻ്റെ ഗുരുവിന് കൊടുക്കാനായിട്ട്, രൂപഗോസ്വാമിക്ക് കൊടുക്കാനായിട്ട് എന്തായാലും പായസമെങ്കിൽ പായസം കിട്ടിയല്ലോ. എന്നിട്ട് സന്തോഷത്തോടു കൂടി അത് കൊണ്ടുവന്ന് നമ്മുടെ രൂപഗോസ്വാമിക്ക് കൊടുക്കും. അപ്പൊ രൂപഗോസ്വാമി അത് എടുക്കാനായിട്ട് ഇങ്ങോട്ട് ആ വെള്ളിപ്പാത്രം കയ്യിൽ പിടിക്കുന്ന നിമിഷം രൂപഗോസ്വാമിയുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങും. ശരീരത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ, ഇങ്ങനെ വൈദ്യുതാഘാതം ഏറ്റതുപോലെ എന്തോ ഒരു പ്രകമ്പനം ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നും. എന്തോ ഒരു പ്രത്യേകത ആ പായസത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് തൊട്ട നിമിഷം തന്നെ മനസ്സിലായി. കാരണം ഇവരൊക്കെ ഗോസ്വാമിമാരല്ലേ, വർഷങ്ങളായിട്ട് രാധാദേവിയെ മാത്രം പ്രാർത്ഥിച്ചു കഴിയുന്നവരല്ലേ. അപ്പം ജീവഗോസ്വാമിയോട് നമ്മുടെ രൂപഗോസ്വാമി ചോദിക്കും, നിനക്ക് ഈ പായസം എവിടുന്ന് കിട്ടി, അങ്ങേക്ക് പായസം എവിടുന്ന് കിട്ടി? അപ്പോൾ അങ്ങനെന്താ അങ്ങനെ അപ്പം ഇദ്ദേഹത്തിന്റെ ശരീരം വിറയ്ക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജീവഗോസ്വാമി ചോദിക്കുമ്പോൾ, എന്ത് പറ്റി അങ്ങയുടെ ശരീരം എന്താ വിറയ്ക്കുന്നത്, എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ വീണ്ടും ചോദിക്കും. അപ്പോൾ രൂപഗോസ്വാമി വീണ്ടും ചോദിക്കും, അതൊക്കെ പോട്ടെ, നിനക്ക് ഈ പായസം എവിടുന്നാ കിട്ടിയത്, എന്തോ പ്രത്യേകതയോ ദിവ്യത്വമുള്ള പായസമായി, ഈ പായസം നിനക്ക് തന്നത്, അങ്ങേക്ക് തന്നത് ആരാ എന്ന് നമ്മുടെ രൂപഗോസ്വാമി ജീവഗോസ്വാമിയോട് ചോദിക്കും. അപ്പൊ ജീവഗോസ്വാമി പറയും, തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്, ഒരു 8-9 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാ, ആ കുട്ടി കൊണ്ടുവന്ന് തന്നതാണ് ഈ പായസം എന്ന് പറയും. അപ്പോ രൂപഗോസ്വാമി അപ്പൊ തന്നെ പറയാം, അതൊരു സാധാരണ പെൺകുട്ടി അല്ല, തീർച്ചയായും അതാ സാധാരണയായ ഒരു പെൺകുട്ടി, ദിവ്യയായ ഒരു പെൺകുട്ടി തന്നെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയാം. അപ്പൊ പാതിരാത്രി കഴിഞ്ഞു, ഈ കുട്ടി കൊണ്ടുവന്നപ്പോൾ തന്നെ 12 മണിയായി. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരെ നല്ല ഇരുട്ടി. അപ്പോഴത്തേക്കും അപ്പൊ തന്നെ ഇവർ രണ്ടുപേരും, രൂപഗോസ്വാമിയും ജീവഗോസ്വാമിയും കൂടെ തൊട്ടടുത്ത് കുടിലിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവരെല്ലാം ഉറങ്ങുവാന്ന് മനസ്സിലായി. അപ്പൊ ഇവര് കതകിന് തട്ടും. അപ്പൊ ഒരു കുലീനയായ ഒരു സ്ത്രീ വന്ന് കതക് തുറക്കും. അപ്പൊ ആ സ്ത്രീയോട് ജീവഗോസ്വാമി ചോദിക്കും, അമ്മയുടെ മകൾ എവിടെ എന്ന് ചോദിക്കും. അപ്പൊ ആ അമ്മ ഇങ്ങനെ പറയും, എൻ്റെ മകൾ ഒരു 10-15 ദിവസമായിട്ട് ഇവിടെ ഇല്ല, ഒരു ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു, ഇതുവരെ മടങ്ങി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജീവഗോസ്വാമി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എന്ത് പറയണമെന്നറിയത്തില്ല. അപ്പൊ കുറച്ച് മുമ്പ് 12 മണി സമയത്ത് തങ്ങൾക്ക് ഈ പായസം കൊണ്ടുവന്ന ആരാ എന്നുള്ള രീതിയിൽ ജീവഗോസ്വാമിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം രൂപഗോസ്വാമി ജീവഗോസ്വാമിയോട് പറയും, നമുക്ക് രണ്ടുപേർക്കും രാധാറാണിയുടെ ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറയും. അങ്ങനെ ജീവഗോസ്വാമിയും രൂപഗോസ്വാമിയും കൂടെ ആ പായസപാത്രം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി അപ്പം തന്നെ രാധാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അത് കുറച്ച് പടികൾ കയറി വേണം പോകാൻ. അങ്ങനെ അവിടെ എത്തിയിട്ട് അവരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, രാധാറാണി അവർക്ക് സ്വയം ജീവഗോസ്വാമിക്ക് അത് കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ളത്. എന്നിട്ട് ആ ഗോസ്വാമിയോട് ചോദിക്കുന്നു, ഇന്ന് രാധാദേവിക്ക് നിവേദ്യമായി അങ്ങ് എന്താ സമർപ്പിച്ചത് എന്ന് ആ പൂജാരിയോട് ഇവര് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് പൂജാരി പറയുന്ന, ഇന്ന് ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാന്ന്, അങ്ങനെ ഞാൻ പായസമാണ് രാധാദേവിക്ക് സമർപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ രൂപഗോസ്വാമിക്കും ജീവഗോസ്വാമിക്കും മനസ്സിലായി, രാധാദേവി തനിക്ക് കിട്ടിയ പായസം അതുപോലെ തന്നെ തൻ്റെ ഭക്തന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ പാതിരാത്രി തൻ്റെ വീട്ടിൽ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ കൊണ്ടുവന്ന് തന്നതാണ് എന്ന് ഗോസ്വാമിമാർക്ക്, ആ രൂപഗോസ്വാമിക്കും ജീവഗോസ്വാമിമാർക്ക് മനസ്സിലായി. ഒരു സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടും. എന്നിട്ട് ആ പായസം മുഴുവൻ കോരി കുടിക്കും. അവർ വല്ലാത്തൊരു ആനന്ദാനുഭൂതിയിലെത്തും. അങ്ങനെ വൃന്ദാവനാസികൾ മുഴുവൻ അറിയും, ഇങ്ങനെ ജീവഗോസ്വാമിയെ രക്ഷിക്കാൻ വേണ്ടി രാധാറാണി സ്വയം ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് സ്വയം പായസം കൊടുത്തു എന്നുള്ളത്. വൃന്ദാവനത്തിൽ ഇപ്പോഴും എല്ലാവരും ആ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ രാധാറാണി ഭക്തവത്സലയാണ്. ആർക്കും എന്ത് കഷ്ടപ്പാട് വന്നാലും, എത്ര പാതിരാത്രിയോ എത്ര ബുദ്ധിമുട്ടോ വന്നാലും അവരെ സ്വയം രക്ഷിക്കാനായി ഏത് രൂപത്തിലും വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കഥ, ഈ സംഭവം. രാധേ രാധേ.